नमस्कार छात्रों, यह वीडियो 12वीं कक्षा के प्रथम इकाई का तीसरा पार्ट मेरे भारतवासियों से संबंधित है। बहुत छात्रों के मांग के अनुसार मैं एक वीडियो में मलयालम में भी व्याख्या प्रस्तुत किया है। आप ध्यान से देखिए। यदि आपको पसंद आए तो ज़रूर सब्सक्राइब कीजिए। मैं लता ओएस, हिंदी अध्यापिका, गवर्नमेंट बॉयज़ स्कूल पालक्काड़। यह चित्र अच्छी तरह देखिए। इस चित्र में कौन कौन उपस्थित है? जवाहरलाल नेहरू है, सरदार वल्लभ भाई पटेल है, माउंटबेटन प्रभु है और बहुत कुछ अंग्रेज लोग हैं। तो उसमें एक तरफ हमारा तिरंगा झंडा फहरा रहा है और नीचे लिखा है आज़ादी का हस्ताक्षर। इस चित्र से आप लोगों को क्या मालूम होता है? अनेक വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമായി ഭാരതം 1947 ഓഗസ്റ്റ് 14 മധ്യരാത്രി ഇംഗ്ലീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി. ആ ഒരു ചിത്രമാണ് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാഠം ജവഹർലാൽ നെഹ്റു ഭാരത ജനതയെ സംബോധന ചെയ്യുന്ന ഒരു പ്രസംഗമാണ്. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റുജിയെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം ഭാരത ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ഈ ഒരു പാഠത്തിലുള്ളത്. നെഹ്റുജിയുടെ പ്രസംഗത്തിൻ്റെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കാണാം. Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. A moment comes which comes but rarely in history. दशाब्दों की कोशिशों और लाखों के बलिदानों के परिणाम स्वरूप 1947 को भारत സ്വതന്ത്ര हुआ. അതായത് ദശാബ്ദങ്ങളായി നടന്ന പരിശ്രമത്തിൻ്റെയും ലക്ഷക്കണക്കിന് ആളുകളുടെ രക്തസാക്ഷിയാകുക ബലിദാനത്തിൻ്റെയും പരിണാമഫലമായി 1947 भारत स्वतंत्रमाई. 14 अगस्त की मध्यरात्रि की वेला में पंडित जवाहरलाल नेहरू ने तिरंगा फहराते हुए देश से जो अपील की थी एक देखिए. അപ്പോൾ 14 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയുടെ അവസരത്തിൽ, വേളാന്ന് പറഞ്ഞാൽ അവസരത്തിൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മുടെ ത്രിവർണ്ണ പതാക പാറിച്ചുകൊണ്ട് നമ്മുടെ ദേശത്തിന് വേണ്ടി ദേശത്തോട് ഒരു അപേക്ഷ നടത്തി. ആ അപ്പീൽ എന്ന് പറഞ്ഞാൽ അപേക്ഷ നടത്തി. ആ ഒരു അപേക്ഷയാണ് ഈ പ്രസംഗത്തിൽ നമ്മൾ കാണുന്നത്. ഇത് ജവഹർലാൽ നെഹ്റു ഭാരത ജനതയോട് സംബോധന ചെയ്യുന്ന, ആദ്യമായി പ്രധാനമന്ത്രിയായപ്പോൾ, സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഭാരത ജനതയെ സംബോധന ചെയ്യുന്ന ഒരു പ്രസംഗമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. कई वर्षों पहले हमने नियति को मिलने का वचन दिया था और अब समय आ गया है कि हम अपने वचन को निभाएं, पूरी तरह ना सही लेकिन बहुत हद तक. आज रात 12 बजे जब सारी दुनिया सो रही होगी, भारत जीवन और स्वतंत्रता की नई सुबह के साथ उठेगा. कई वर्षों पहले, अनेक വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നിയതി കോ മിൽനെ കാ एक വചൻ ദിയാ था. നിയതി എന്നാൽ ഭാഗ്യം എന്നാണ് അർത്ഥം. നിയതി നിങ്ങൾക്ക് തരുമെന്ന് ഒരു വചൻ വാക്ക് നൽകിയിരുന്നു. നിങ്ങൾക്ക് ഭാഗ്യം നൽകുമെന്നൊരു വാക്ക് ഞങ്ങൾ നൽകിയിരുന്നു. और अब समय आ गया है कि हम अपने वचन को निभाएं. ഇപ്പോൾ
ആ സമയം വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ വാക്ക് പാലിക്കുന്ന സമയം വന്നിരിക്കുന്നു. നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന ഒരു വാക്ക് നമുക്ക് നൽകിയിരുന്നു, ഒരു വാഗ്ദാനം നമുക്ക് നൽകിയിരുന്നു. അത് നിറവേറ്റുന്ന സമയം വന്നിരിക്കുകയാണ്. പൂരി തരക് നാ സഹി ലേക്കിൻ ബഹുത് ഹദ് തക്, അതായത് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമല്ലെങ്കിലും ഒരു വലിയ പരിധി വരെ നമ്മൾ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞു. ആജ് രാത് 12 ബജെ ജബ് സാരി ദുനിയ സോ രഹി ഹോഗി, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ലോകം മുഴുവനും ഉറങ്ങിയിരിക്കുകയായിരിക്കാം. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ പ്രഭാതവുമായിട്ടായിരിക്കാം ഭാരത ജീവിതം ഉണരുന്നത്. एक ऐसा क्षण जो इतिहास में बहुत ही कम आता है, അതായത് ഈ ഒരു നിമിഷം എന്ന് പറയുന്നത്, ഇതിഹാസ് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ വളരെ കുറച്ചേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം നേടുകയും രാവിലെ പ്രഭാതമാകുമ്പോൾ സ്വന്തം രാജ്യം സ്വാതന്ത്ര്യം നേടി എന്ന വാർത്തയുമായി ഉണരുക എന്ന് പറയുന്നത് ലോകത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത കാര്യമായതുകൊണ്ടാണ് നെഹ്റു അങ്ങനെ പറയുന്നത്. ഈ ഒരു ക്ഷണം എന്ന് പറയുന്നത്, ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് ചരിത്രത്തിൽ അപൂർവമായിരിക്കും. ജബ് ഹം പുരാനെ കോ ചോട് നയെ കി തരഫ് ജാത്തെ ഹൈ, ജബ് ഏക് യുഗ് കാ അന്ത് ഹോത്താ ഹൈ, നമ്മൾ പഴയതെല്ലാം ഉപേക്ഷിച്ച് എല്ലാം കളഞ്ഞിട്ട് പുതിയതിലേക്ക് പോവുക. പഴയതെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? പഴയ പാരതന്ത്ര്യത്തിലുള്ള, അടിമത്തത്തിലുള്ള നമ്മുടെ എല്ലാ ജീവിതവും ഉപേക്ഷിച്ചിട്ട് പുതുമയിലേക്ക്, അതായത് സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുക. ജബ് ഏക് യുഗ് കാ അന്ത് ഹോത്താ ഹൈ, ഒരു യുഗം അവസാനിക്കുമ്പോൾ. ഏത് യുഗമാണ് അവസാനിച്ചത്? അസ്വാതന്ത്ര്യത്തിൻ്റെ, അതായത് അടിമത്തത്തിൻ്റെ ഒരു യുഗം അവസാനിക്കുമ്പോൾ. ജബ് വർഷോം സെ ശോഷിത് എക് ദേശ് കി ആത്മാ അപ്നി ബാത് കഹ് സക്തി ഹൈ, വർഷങ്ങളായി ശോഷിത് എന്നാൽ ചൂഷണം ചെയ്യപ്പെട്ട ഒരു ദേശം, ആ ദേശത്തിൻ്റെ ആത്മാവ് സ്വന്തം കാര്യം പറയാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ. അതായത് ഭാരതം അനേക വർഷങ്ങൾ പലതരത്തിലുള്ള ചൂഷണങ്ങളിലും വിദേശീയ ആക്രമണങ്ങളും നേരിടേണ്ടി വന്ന ഒരു ദേശമാണ്. ആ രാജ്യത്തിൻ്റെ, അതായത് ഭാരതദേശത്തിൻ്റെ ആത്മാവ് ഇന്ന് സ്വന്തം കാര്യം പറയാം എന്നുദ്ദേശിക്കുന്നത് സ്വന്തമായി അഭിപ്രായ സ്വാതന്ത്ര്യം നേടി. യഹ് ഏക് സംयोग है कि इस पवित्र मौके पर हम समर्पण के साथ खुद को भारत और जनता की सेवा, എന്നാൽ ഇതൊരു സംയോഗമാണ്, ഒരു മിലൻ, ഒരു കൂടിച്ചേരലാണ്. ഈ പവിത്ര മോക്കെ, ഈ ഒരു പവിത്രമായ അവസരത്തിൽ നമ്മൾ ഖുദ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമർപ്പണ ഭാവത്തോടുകൂടി, സാക്രിഫൈസോടുകൂടി ഭാരതത്തെയും ഭാരതത്തിലെ ജനങ്ങളെയും സേവിക്കുക. ഭാരത് और भारत की जनता का सेवा करना चाहिए और उससे भी बढ़कर, അതിനെക്കാട്ടിയും അധികമായി സാരി മാനവതാക്കി സേവ, അതായത് എല്ലാ മനുഷ്യത്വത്തെയും സേവിക്കുക, ശുശ്രൂഷിക്കുക. അതിനുവേണ്ടി നമ്മൾ പ്രതിജ്ഞ എടുക്കേണ്ടതാണ്. അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രതിജ്ഞ എടുക്കേണ്ടത്? ഭാരതത്തെ ജനങ്ങളെയും സേവിക്കുക, അതിനേക്കാൾ ഉപരി മനുഷ്യത്വത്തെ സേവിക്കുക, മനുഷ്യനായി ജീവിക്കുക, മനുഷ്യത്വത്തോടുകൂടി എല്ലാ നല്ല ഗുണങ്ങളോടും കൂടി ജീവിക്കുക എന്ന് ഈ ഒരു അവസരത്തിൽ ജവഹർലാൽ നെഹ്റു ഭാരത ജനതയോട് ആഹ്വാനം ചെയ്യുന്നു. इस पाठ के एक इम्पोर्टेंट क्वेश्चन ये है कि जवाहरलाल नेहरू भारतीय जनता से क्या प्रतिज्ञा लेने के लिए उपदेश देते हैं? तो उत्तर है कि हमें समर्पण के साथ भारत और जनता की सेवा और सारी मानवता की सेवा करने के लिए प्रतिज्ञा लेना चाहिए. यही इसका उत्तर है.